ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം പിൻവലിച്ചു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. അയ്യപ്പ സംഗമത്തിന്റെ ഫ്ലെക്സിൽ ഇല്ലാതിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചിത്രം അവസാന നിമിഷം ഉൾപ്പെടുത്തി. മാസപൂജകൾക്ക് പ്രതിദിനം 50,000 തീർത്ഥാടകർക്ക് പ്രവേശനമുള്ളപ്പോഴാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഭക്തർക്ക് നിയന്ത്രണം. ഇന്നും നാളെയുമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് 20,000 നിജപ്പെടുത്തിയത്. 24 വാർത്തയ്ക്ക് പിന്നാലെ അപ്രഖ്യാപിത നിയന്ത്രണം ദേവസ്വം ബോർഡ് പിൻവലിച്ചു. അതിന് വെർച്വൽ ക്യൂവിലായാലും മറ്റ് ദർശനത്തിലായാലും ഒരു തടസ്സവും എന്താണ് ആ ബ്ലോക്ക് കാണുന്നത് എനിക്കറിയില്ല. വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കും. എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം അപ്പാടെ തന്നെ ദേവസ്വം ബോർഡ് സ്വീകരിക്കും. അത് സാധാരണഗതിയിൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു തടസ്സവും അതുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല. അയ്യപ്പ സംഗമത്തിന്റെ പ്രചരണ ബോർഡുകളിൽ ഇല്ലാതിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അവസാന നിമിഷം ഉൾപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ചിത്രം മാത്രം ഉൾപ്പെടുത്തി പ്രത്യക്ഷപ്പെട്ട ബോർഡുകൾക്കെതിരെ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ വിമർശനമുയർന്നിരുന്നു. അതിനിടെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രങ്ങളിലെ തനത് ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവും വിവാദത്തിലായി. അയ്യപ്പ സംഗമം കഴിഞ്ഞ് നാളെ 4 മണിയോടെ പ്രതിനിധികൾ മല കയറും. VIP ദർശനമെന്ന പേരൊഴിവാക്കി പ്രത്യേക ദർശന സൗകര്യം ഏർപ്പെടുത്താനാണ് ദേവസ്വം ബോർഡ് തീരുമാനം. പമ്പയിൽ നിന്ന് MG പ്രതീഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.